എവിടെയാണ് ഈ ഷവർമ വിവാദത്തിലേക്ക് വരുന്നത്? അതൊരു മുസ്ലിം ഫുഡാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. സത്യത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തുർക്കി ബേസ്ഡ് ആകുന്ന ഒരു ഫുഡാണ്. തുർക്കിയിലെ ആളുകൾ പണ്ടൊക്കെ സഞ്ചാരകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നാടോടികളായി സഞ്ചരിക്കുന്ന ആ കാലത്ത് തന്നെയും ഈ കനൽ കൂട്ടിയിട്ട് വാളിൽ മാംസം കൊരുത്ത് അത് ഈ തീയിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി ഭക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് ചില പ്രശ്നങ്ങളുണ്ടായി. ഈ മാംസം വേവുന്നതനുസരിച്ച് അതിൽ നിന്നുള്ള ഫാറ്റ് ഇറ്റിറ്റ് വീഴും, അതിൽ നിന്നുള്ള കൊഴുപ്പ് നെയ്യ് വീണുകൊണ്ടിരിക്കും. അപ്പൊ തീ കൂടുതൽ ആളിക്കത്തും, അങ്ങനെ മാംസം കരിഞ്ഞു പോവും. അപ്പൊ അവർക്കത് ഉപയോഗത്തിന് പറ്റാത്തൊരവസ്ഥ വരും. ഇതൊരു പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ ഇസ്കന്ദർ റുസ്ത എന്ന് പറയുന്ന ഒരു തുർക്കിക്കാരനാണ് ഈ ഷവർമ കണ്ടുപിടിക്കുന്നത്. ഷവർമയുടെ ഗുണം എന്താണ്? അത് കുത്തനെ ഈ കരി അല്ലെങ്കിൽ അതുപോലെയുള്ള കത്തുന്ന വല്ല പദാർത്ഥവും, കൽക്കരി പോലെയുള്ള സാധനം കുത്തനെ ഉള്ള ഒരു സാധനത്തിൽ നിറച്ചു വെച്ചിട്ട് അതിന് തീ കൊടുക്കുകയും അതിൻ്റെ സൈഡിലേക്ക് തീ വരികയും അവിടെ ഒരു ഇരുമ്പ് ദണ്ടിൽ, സാധാരണഗതിയിൽ ആടിൻ്റെയോ കോഴിയുടെയോ ആണ് ഈ എല്ലില്ലാത്ത മാംസങ്ങൾ പ്രത്യേകമായ താളത്തിൽ ചില ചേരുവകളൊക്കെ ചേർത്ത് കുത്തിവെച്ച് അതിങ്ങനെ തിരിച്ചുകൊണ്ട്, അപ്പോൾ സ്വാഭാവികമായും അതിൽ വരുന്ന നെയ്യ് ഒറ്റ വീഴില്ല, അതാ ഭക്ഷണത്തിൽ തന്നെ നിലകൊള്ളും. പിന്നെ അതിൻ്റെ സൈഡ് മാത്രം വെന്തുകൊണ്ടിരിക്കും, കരിയൽ സംഭവിക്കൂല. അങ്ങനെ അദ്ദേഹമാണ് അവരുടെ ഈ പ്രത്യേകമായ ഫുഡിന് ഒരു കരിയ പോലത്തെ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷവർമ എന്ന സാധനം കണ്ടുപിടിക്കുന്നത്. 1867 ഷവർമയുടെ ജനനം തുർക്കിയിലാണ്. തുർക്കിയിൽ നിന്നത് അറബികളിലേക്ക് കയറുന്നു, അറബികളിൽ നിന്നത് വിവിധ നാടുകളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ അത് പേർഷ്യൻ വിഭവമായി മാറുന്നു. പ്രത്യേകിച്ചും യൂറോപ്പിലേക്ക് അതെത്തുന്നു. നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഷവർമ ഒരു വ്യവസായികമായി തുടങ്ങി അത് വിതരണമൊക്കെ ചെയ്യുന്ന, കച്ചവടം നടത്തുന്ന ഒരു രൂപമുണ്ടായത് 1995 തലശ്ശേരിയിലാണ്. അതിനാവശ്യമായ ഉപകരണങ്ങൾ അന്ന് കുവൈത്തിൽ നിന്നായിരുന്നു ഇറക്കുമതി ചെയ്തത്. അന്നത് ചർച്ചയായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊള്ളിയും കോലും അതിനുള്ള അടുപ്പും കൽക്കരിയൊക്കെ കുവൈത്തിൽ നിന്നായിരുന്നു അന്ന് ഇറക്കുമതി ചെയ്തത്. കേരളത്തിൽ ആദ്യമായി ഷവർമ തുടങ്ങുന്നത് തലശ്ശേരിയിലാണ്. ഈ ഷവർമയുടെ പ്രശ്നം എന്താണ്? സത്യത്തിൽ സാധാരണ ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. ഏത് ഭക്ഷ്യപദാർത്ഥവും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഉപദ്രവമായി തീരും. പ്രത്യേകിച്ച് ഭക്ഷ്യപദാർത്ഥങ്ങൾ, അതിൽ ഫംഗസ് പോലെയുള്ള മനുഷ്യന് ഉപകാരപ്പെടാത്ത അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങൾ വന്നുകൂടാനുള്ള സാധ്യത ശ്രദ്ധക്കുറവ് കൊണ്ട് വളരെ കൂടുതലാണ്. അങ്ങനെ ചില പ്രയാസങ്ങൾ ഷവർമയായി ബന്ധപ്പെട്ടുണ്ടായി. അത് ഷവർമയ്ക്ക് മാത്രമൊന്നുമല്ല, നല്ല സദ്യയും നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടാവും. സദ്യയിലെ ഏതെങ്കിലും ഒരു കറി, ഒരു കൂട്ടുകറിക്ക് ശരിയായ രീതി അല്ലാത്ത വിധത്തിൽ അത് പാചകം ചെയ്താൽ ചിലപ്പോൾ 4-5 ദിവസം ഒന്നിച്ച് വയറിളക്കായിരിക്കും. അത് പൊതുവെ എല്ലാ ഭക്ഷ്യപദാർത്ഥത്തിലുള്ളതാണ്. കേരളത്തിൽ 1-2 മരണങ്ങൾ ഈ ഷവർമയുമായി ബന്ധപ്പെട്ട അതിസാരം വഴി റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് ഗവൺമെന്റ് പ്രത്യേകമായ ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കുകയും അത് മൊത്തം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഫുഡ് ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ടീമൊക്കെ പാലിക്കുകയും അവർ ശ്രദ്ധിക്കുകയും അന്നുണ്ടാക്കിയ നിയമം വഴി ആരോഗ്യപരമായ രീതിയിൽ ഷവർമയുടെ നിർമ്മാണത്തെ കാണുകയും അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അത് അങ്ങനെയല്ലാത്ത വിധം വൃത്തികെട്ട പശ്ചാത്തലത്തിലോ മറ്റോ ഒക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ നിരോധിക്കുകയൊക്കെ ചെയ്യുകയാണ് സംഘതമായ രീതി. അതൊരു മതത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുകയോ തെരുവുകൾ മൊത്തം ശവങ്ങളുടെ മണമാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതിന് ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഇവ പലപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായൊരു ഭക്ഷണമാണ് പാനിപൂരി എന്ന് പറയുന്ന സാധനം. പൂരി തന്നെ കുഞ്ഞു കുഞ്ഞു രൂപത്തിലുണ്ടാക്കുക, ചെറിയ അപ്പോൾ കുറച്ചുകൂടെ അതിങ്ങനെ മൊരിഞ്ഞ രൂപത്തിലാവും. എന്നിട്ട് അതിൽ പ്രത്യേകമായ ഒരു വെള്ളം നിറച്ചൊഴിച്ചിട്ട് ഓരോന്ന് ആ വെള്ളം സഹിതം വായിലേക്ക് വെക്കുന്ന ഒരു രീതിയാണ്. പലപ്പോഴും പല ടൗണുകളിലും നമ്മളത് കാണാൻ പറ്റും. ആ മനുഷ്യന്മാർ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിറക്കേണ്ട കുറച്ച് മസാല കൂട്ടുണ്ട്. അതിങ്ങനെ സെറ്റാവാതിരിക്കാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കലാണ് ആ പണി. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അവരതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മളെ പക്കാ മലപ്പുറം ഭാഷ പറഞ്ഞ ഇങ്ങനെ കിളിമ്പി കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സെറ്റാൻ പാടില്ല. ഒന്ന്. രണ്ടാമതായി ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചില പശ്ചാത്തലങ്ങൾ നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഒറ്റ റൂമിലാണ് ഇവർ താമസിക്കുന്നത്, 2, 3, 4 ആൾക്കാർ.
അത് തന്നെയാണ് അവരുടെ കിച്ചൺ, അത് തന്നെയാണ് അവരുടെ ഈ സംഗതികളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. അവിടെ തന്നെയാണ് അവരുടെ വേസ്റ്റുകളൊക്കെ അഴിച്ചിടുന്നത്. അവിടെ തന്നെയായിരിക്കും അവർ ഉറങ്ങുന്നത്. വല്ലാതെ ദൂരമൊന്നുമില്ലാതെ ആ ജനലിലും അതിലൊക്കെ നിന്നിട്ട് തന്നെ ആയിരിക്കും അവർ ബ്രഷ് ചെയ്യണതും മറ്റും. ഇപ്പൊ ശരിക്കും ഒരു സസ്യാഹാരമാണ് ഈ പാനിപൂരി. അത് നിർമ്മിക്കുന്ന സാഹചര്യം ഇவ்விധത്തിലാണെങ്കിൽ പലപ്പോഴും മരണം വരെ സംഭവിക്കും. നല്ല വൃത്തിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് കവറൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തിങ്ങനെ വായക്കിടുമ്പോൾ അതൊന്നും ആലോചിക്കൂല. പലപ്പോഴും ബിസ്ക്കറ്റ് കമ്പനികളുടെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് വരാറുണ്ട്. കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ചവിട്ടി പാകപ്പെടുത്തുകയാണ് ഈ മൈദ. അതും 5-6 ആളുകൾ ചേർന്നിട്ട് വേർത്തൊലിച്ചുകൊണ്ടിരിക്കുന്നു അവർ. അത് പോകാൻ പ്രത്യേകം പാത്തി സംവിധാനങ്ങളൊന്നുമില്ല. നമ്മൾ ഈ റൂഫിൽ നിന്ന് വെള്ളം വരുമ്പോൾ ആ വെള്ളം ഒന്നിച്ചിങ്ങനെ പുറത്തു പോയി ഒരു സ്ഥലത്ത് നിക്ഷേപിക്കപ്പെടുന്നത് പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ 5-6 മനുഷ്യന്മാർ ഒരു പഴകിയ ഒരു ഇന്നർ വെയർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബർമൂടി ഇട്ടിട്ട് ചവിട്ടി 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 പാകപ്പെടുത്തുമ്പോൾ അങ്ങനെ ഇറ്റിറ്റ് വീഴാണ്. അച്ചാർ കമ്പനികളെ കുറിച്ച് അങ്ങനെ പല റിപ്പോർട്ടുകളും വരാറുണ്ട്. ഇതൊക്കെ സസ്യാഹാരമാണെങ്കിൽ പോലും മനുഷ്യന് ഉപദ്രവമാവും. ഒരു പ്രമുഖ RSS നേതാവ് ഈയിടെ നടത്തിയ ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ കേരളത്തിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഷവർമ്മ കഴിച്ചു മരിച്ച ആളുകളിൽ മുഹമ്മദ് ഇല്ല, ഫിലിപ്പോസ് ഇല്ല എന്നാണ്. പിന്നെ ആരാളുള്ളത്? വർമ്മ ഉണ്ട് എന്നാണ്. ഷവർമ്മ, അങ്ങനെയാണ് അതിന് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് പോലും അദ്ദേഹം അതൊരു തമാശയായിട്ട് പറയണം. അദ്ദേഹത്തിൻ്റെതായ ഒരു സോഫ്റ്റ് കോണിൽ വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഈ ഷവർമ്മ എന്ന് പറയുന്ന ഫുഡ് നിങ്ങളാരും കഴിക്കരുത് എന്ന് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ ശ്രവിച്ച് അംഗീകരിക്കാനും പറ്റുന്ന ആളുകളോട് അത് പറയുന്നതിനും യാതൊരു തകരാറൊന്നുമില്ല. ആർക്കും പറയാലോ അവർക്ക് ഇഷ്ടമുള്ള ഫുഡും അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡിനെയും കുറിച്ച്. അതിന് ആരോഗ്യപരമായ കാരണങ്ങളാവട്ടെ അല്ലെങ്കിൽ ശീലിച്ചു വന്ന ചില പതിവ് രീതികളുടെ കാരണങ്ങളാവട്ടെ, ആർക്കും അങ്ങനെ പറയുകയൊക്കെ ചെയ്യാം, അതിനൊന്നും ഒരു തകരാറുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോലും വിദ്വേഷവും പരമത വെറുപ്പും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. എന്തായിരിക്കും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നത്? അദ്ദേഹം പറയുന്നത് അതൊരു അറേബ്യൻ ഫുഡാണെന്നാണ്. ശരിയായിരിക്കാം, അറേബ്യൻ ഫുഡ് വേറെ പലതുണ്ട്, ഇത് മാത്രമൊന്നുമല്ല. ഇന്ത്യയിൽ നിന്നുള്ള ഫുഡ് പലയിടങ്ങളിലേക്ക് പോകുന്നുണ്ട്. ചൈനീസ് ഫുഡ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. കോണ്ടിനെന്റൽ ഫുഡുകളുണ്ട്. ഇതൊന്നും ഇന്ത്യൻ നിർമ്മിതമല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡും അല്ല. പിന്നെ ഇപ്പൊ മനുഷ്യർ ഈ ലോകം തന്നെ ഒരു ഗ്രാമമായി ചുരുങ്ങിയപ്പോൾ എല്ലാ നാട്ടിലുള്ള ഫുഡും എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനും അനുഭവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആപ്പിൾ ആസ്ട്രേലിയയിൽ നിന്ന് വരുന്നതാണ്, പലപ്പോഴും ഫിജിയിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്. യൂറോപ്പിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലുള്ള വെജിറ്റബിൾസ് അവർ പല നാടുകളിലേക്കും കയറ്റിവിടുന്നുണ്ട്. ജോർദാൻ അതിൻ്റെ ഒരു സെന്ററാണ്. ജോർദാനിൽ നിന്നാണ് വിവിധ വെജിറ്റബിൾസ് അറബി നാടുകളിലേക്ക് വരുന്നത്, ഫ്രൂട്ട്സുകൾ. ഈ ആഗോളീകരണം എന്ന് പറയുന്ന, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ സംഭവം നടന്നതിന് ശേഷം ഈ ലോകം എത്ര വിശാലാണെങ്കിലും അതൊരു ഗ്രാമമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ഖുർആനിൽ. മക്കയിൽ കഅബ നിർമ്മാണം നടത്തി അത് സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട പുത്രനെയും കൂട്ടി മഹാനുഭാവൻ ദുആ ചെയ്യുന്നത്, പടച്ചോനെ മറ്റുള്ള ഏതൊക്കെ നാടുകളുണ്ടോ അവിടെയൊക്കെയുള്ള ഫുഡുകൾ, അവിടെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിക്കണമേ, ഈ നാട്ടുകാർക്ക് വിശപ്പ് നൽകിയിട്ടൊരു വലിയ പ്രശ്നം നീ ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ അർത്ഥത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കത്ത് മാത്രം ലോകത്തുള്ള എല്ലാ വിഭവങ്ങളും എത്തുമായിരുന്നു. എങ്ങനെ? ഹജ്ജിന് വരുന്ന ആളുകൾ അവരുടെ നാട്ടിലുള്ള വിഭവങ്ങൾ കൊണ്ടുവരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലം. ഇന്ന് ഗ്ലോബലൈസേഷന്റെ, അവിലമയുടെ, ആഗോളീകരണത്തിന്റെ ശേഷം ലോകത്തുള്ള ഏത് വസ്തുക്കളും ഏത് വിപണിയിലും ലഭ്യമാണ്. അപ്പൊ അറേബ്യൻ ഫുഡ് കേരളത്തിലേക്ക് വരും. ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ഭക്ഷിക്കാം. നിർബന്ധമായി അത് തിന്നിരിക്കണമെന്ന് ഗവൺമെന്റോ മറ്റ് സംവിധാനങ്ങളോ ഏതെങ്കിലും പ്രത്യേക മതമോ പറയണില്ല. പിന്നെ മരണപ്പെടാൻ പറ്റും വിധത്തിലുള്ള ഷവർമ്മ ഇന്നാൾക്കേ കൊടുക്കാവൂ, അത് പ്രായോഗികമല്ല. ഒരു ഷവർമ്മക്കടയിൽ പലരും വന്ന് ആ സാധനം മേടിക്കും. അവിടെ മതം നോക്കിയിട്ടല്ല, അവിടെ കയറുന്നതിൻ്റെ മുമ്പ് ജാതി തീരുമാനിക്കേണ്ടതുമില്ല. ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർദോഷകരമായ സസ്യാഹാരങ്ങളിൽ നിന്ന് പോലും വിഷബാധയുണ്ടാകുന്നിട്ട് മരണപ്പെടുന്നത് പോലെ ഷവർമ്മയിൽ നിന്നുണ്ടാവാം. അത് നമ്മുടെ വീട്ടിലെ കഞ്ഞിയിൽ നിന്നുണ്ടാവാം. അത് സംഭവിച്ചവരുടെ മതം തേടി നടക്കുമ്പോൾ ഇത് ഏതോ ഒരു വലിയ ഷവർമ്മ ജിഹാദ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. എന്തിനും ജിഹാദ് ആഡ് ചെയ്യുക, എന്നിട്ടൊരു സമൂഹത്തെ പാർശ്വവൽക്കരിക്കുക.